ഒരു ശക്തമായ സാക്ഷ്യം കേൾക്കാനായിട്ട് പോവുകയാണ്. അതായത് ഞാൻ പറയും, ഒരു തീപ്പൊരി സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുക. ഇവിടെ കൊച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നാണ്. ഇവളിവിടെ വിശ്വാസം ഒന്നുമില്ലാതെ വന്നൊരു കുട്ടിയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്തിൽ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഇവിടെ തറയിൽ വീണു. കുറച്ച് സമയം ഇവിടെ കിടന്നു. വലിയൊരു വിടുതൽ ഈ കുട്ടിക്ക് കർത്താവ് നൽകി. കുട്ടിക്ക് കർത്താവ് നൽകിയ ആ ഒരു അനുഭവം, അവിടെ ആ സാക്ഷി ഇപ്പം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് അലൻറ്റീന സാജു. ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എയ്ത്തിസ്റ്റ് ആയിരുന്നു. എൻ്റെ പപ്പ എങ്ങനെയാണ് മാറണമെന്നാണ് ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എല്ലാ ദൈവത്തിലും ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അമ്പലം വണങ്ങുമായിരുന്നു, മോസ്ക് കണ്ടാൽ അത് വണങ്ങുമായിരുന്നു, പള്ളി കണ്ടാൽ അത് വണങ്ങുമായിരുന്നു. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏത് പരീക്ഷ എഴുതിയാലും എന്ത് സംഭവിച്ചാലും ഞാൻ ഒന്നും ചോദിക്കാറില്ല ആരുടെ അടുത്ത്. ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്കിത് വേണം അത് വേണം എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും 2.5 ദിവസം ഇവിടെ ധ്യാനം കൂടിയപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 തൊട്ടാണ് ധ്യാനം കൂടിയത്. 1/2 ദിവസമാണ് ധ്യാനം കൂടിയത്. ഇവിടെ എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയിട്ട് അമ്മ നിർബന്ധിച്ച്, നീ പ്രാർത്ഥിക്കണ്ട, നീ അവിടെ പോയി കുഞ്ഞാൻറ്റിക്ക് കൂട്ടിയിരുന്നാൽ മതി. അമ്മ ദുബായിലാണ്. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രം കാല് പിടിക്കുന്ന പോലെ സംസാരിച്ച് ഞാൻ ഭയങ്കര വഴക്കുണ്ടാക്കി. ഞാൻ പോയില്ല, ഞാൻ ധ്യാനത്തിന് പോയില്ല, എനിക്കിഷ്ടമല്ല, 3 ദിവസം ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും അമ്മ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞ് ഞാനിവിടെ എത്തി. ഇവിടെ വന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരും കൈപൊക്കുമ്പോൾ ഞാൻ കൂടെ കൈപൊക്കും. ഞാൻ സ്തുതിച്ചിട്ടില്ല, ഹല്ലേലൂയ എന്നുള്ള വാക്ക് വന്നിട്ടില്ല. എല്ലാവരും പ്രസംഗിക്കുമ്പം ഇത് എനിക്കല്ല, എന്നെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാനിരുന്നത്. ഇത് കേൾക്കുന്നവർ കേൾക്കട്ടെ, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഞാൻ ബ്രദറുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾ തർക്കിച്ചു. ഞാൻ സയൻസ് പറഞ്ഞു, അദ്ദേഹം വചനം പറഞ്ഞു. ഞാൻ സയൻസിലായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് സയൻറ്റിഫിക് ബുക്കുകൾ വായിക്കുന്ന ആളായിരുന്നു കുഞ്ഞിലെ തൊട്ട്. ബൈബിളും വായിക്കാറുണ്ട്. അതിലെ ലൂപ്പ് ഹോളുകളാണ് ഞാൻ കൂടുതലും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ബൈബിളിൽ എന്തില്ല, അല്ലെങ്കിൽ അതിലെ ചോദ്യങ്ങളായിരുന്നു എനിക്ക് കൂടുതൽ. ഉത്തരങ്ങളിൽ കഴിഞ്ഞ് കൂടുതലും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ചോദ്യങ്ങളായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങളങ്ങനെ സംസാരിച്ചു. എന്നെ അതൊന്നും ബാധിച്ചിരുന്നില്ല. അപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നു, അപ്പം ചോദിച്ചു, നീ വിശ്വസിക്കണമെങ്കിൽ നീ എന്ത് കാണണം, എന്ത് കണ്ടാലാണ് നീ വിശ്വസിക്കുക, നിനക്ക് എന്ത് അസുഖമുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അസുഖമൊന്നും മാറിയില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ആൻറ്റി വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരു 6 മാസമാണ് ആൻറ്റീനെ സന്തോഷമായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അസുഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ആയിരുന്നു ആളുടെ ജീവിതത്തിൽ. അപ്പോൾ പറഞ്ഞു, ഹെഡ് ടു ടോ മുഴുവൻ ആൻറ്റിക്ക് അസുഖങ്ങളാണ്. അപ്പോൾ ഹെഡ് ടു ടോ മുഴുവൻ അസുഖം മാറി എനിക്കെൻ്റെ ആൻറ്റിയുടെ വാവേനെ കയ്യിലെടുത്തുകൊണ്ട് നിന്നാൽ ഞാൻ വിശ്വസിക്കാം. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കത്തില്ല, ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഇന്ന് സാബു ബ്രദറിൻ്റെ അടുത്ത് വന്നു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ബ്രദർ വിളിച്ചപ്പം ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. കാരണം എനിക്കിത് കാണാനും താല്പര്യമില്ലായിരുന്നു. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര പുച്ഛത്തോടെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അത് ഓപ്പണായിട്ട് പറയാണ്. പിന്നീട് കുഞ്ഞാൻറ്റീനെ പ്രാർത്ഥിച്ചു. അതുവരെ പ്രാർത്ഥിച്ചവരുടെയൊക്കെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക ചെയ്തത്. കുഞ്ഞാൻറ്റി എന്നെ അകത്തോട്ട് വിളിച്ചു. അപ്പം ഞാൻ മനസ്സോടെ വന്നു. അപ്പം കുഞ്ഞാൻറ്റീനെ വിളിക്കുന്ന ആ ക്യൂ നിന്ന സമയത്ത് അഥവാ എൻ്റെ കയ്യിലെങ്ങാനും വെച്ചാൽ ഞാൻ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കാം. ഞാൻ വേറെ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് വിചാരിച്ചാലായിരിക്കും ഞാൻ താഴെ പോവുമല്ലോ ചെയ്താലോ, വല്ല പാട്ടും പാടി മനസ്സിൽ പാട്ട് പാടിക്കൊണ്ട് നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ വളരെ കൂളായിട്ട് ഇതിലൊന്നും വിശ്വാസമില്ലാതെ ഞാൻ വന്നു. എൻ്റെ കുഞ്ഞാൻറ്റി മുട്ടുകുത്തി. ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി വർഷമായിട്ട്. കുഞ്ഞാൻറ്റിനെ തലവെച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞാൻറ്റി കരയുന്ന കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. കുഞ്ഞാൻറ്റി അപ്പോഴേ ബ്രദർ പ്രാർത്ഥിച്ച ശേഷം മുട്ടുകുത്തി കുനിഞ്ഞു. വേദനയില്ലാതെ അനങ്ങാൻ പറ്റത്തില്ലാത്ത ആളായിരുന്നു. അത് കണ്ടപ്പോഴത്തേനും ഞാൻ സ്റ്റണ്ടായിപ്പോയി. എനിക്ക് ഇതൊക്കെ നടക്കുന്നതാണല്ലേ എന്നുള്ളൊരു ഫീല് വന്നു. എന്തൊക്കെയോ
ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോഴും ഞാൻ 1.5 വർഷമായിട്ട് ഞാൻ കുമ്പസാരത്തിനും എതിരായിരുന്നു, കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. 1.5-2 വർഷമായിട്ട് ആരുടെയോ പ്രേരണയാൽ ഞാൻ 2 വർഷം മുമ്പ് കുമ്പസാരിച്ചതാണ്. പാപങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. കൂടുതലും സോഷ്യൽ വർക്ക് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും കുമ്പസാരിക്കില്ലായിരുന്നു. പിന്നീട് ഒത്തെങ്കിൽ പാപം ഉണ്ടായിരുന്നിരിക്കാം എൻ്റെ മനസ്സിൽ. കുഞ്ഞാനെ കണ്ടു ഞാൻ കുറച്ച് വിശ്വസിച്ചു. സാബു ബ്രദറിനോട് കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ തലയിൽ തൊട്ടു. പിന്നീട് എന്നാ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ദേഹം മുഴുവൻ വിറച്ചു. ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ ദേഹം മുഴുവൻ ഒന്ന് വിറച്ചു. പിന്നീട് ഇവിടുന്ന് എന്തോ ഒരു വെയിറ്റ് ഇല്ലാതെ എന്തോ ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ഞാൻ തളർന്നു പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ വീണു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. എണീറ്റു. എനിക്കെന്തോ ഫീൽ ചെയ്തു. എനിക്ക് ഇതിനൊന്നും നെഗറ്റീവ് വിചാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾ പിന്നീട് ഇതൊന്നും കാണുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഉള്ളിലോട്ട് വിശ്വാസം കടന്നു വന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുഞ്ഞാൻ്റി മുഴുവൻ കുർബാന നിന്നും മുട്ടുകുത്തിയും ഇന്ന് കാണുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ആളാണ്. എൻ്റെ വേദന മാറിയിട്ടില്ല. കാരണം ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. അതാവാം. എനിക്ക് മുഴുവൻ കുർബാന നിന്നുകൊണ്ടോ മുട്ടുകുത്തിയോ കാണാൻ പറ്റിയില്ല. ഞാൻ ഇരുന്നുകൊണ്ടാണ് കണ്ടത്. അതെൻ്റെ പാപങ്ങൾ കൊണ്ടും ഞാൻ കുമ്പസാരിക്കാത്തത് കൊണ്ടും ആകാമെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഞാനിത് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പപ്പ എന്നെപ്പോലെ തന്നെയാണ്. വിശ്വാസം തൊട്ട് തീണ്ടാത്ത ഒരാളാണ് പപ്പ. കൂടുതലും സയൻസാണ് വിശ്വസിക്കുന്നത്. പപ്പയും ഇതൊക്കെ അറിയണം. ഇങ്ങനെ എന്തൊക്കെയുണ്ട്, ദൈവമുണ്ട്, നമുക്ക് രക്ഷ തരാനായിട്ടൊരാളുണ്ട് എന്ന് പപ്പയും വിശ്വസിക്കണം. പപ്പയുടെ അസുഖങ്ങളും ബ്രദറിന് മാറ്റാൻ പറ്റണം. എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഒരു സാക്ഷ്യമാണ്. ആദ്യമേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നമ്മളെ, അതായത് മകളുടെ കാൽമുട്ട് വയ്യ, ശരീരം മൊത്തം വേദന. എത്ര വർഷമായി അനുഭവിക്കുന്നു? 4 വർഷമായിട്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ പ്രാർത്ഥിച്ച് എനിക്കൊരു 5 മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് തലയ്ക്ക് വെച്ച്. ആ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ കൈ കുടഞ്ഞു തൊട്ടു നോക്കാൻ പറഞ്ഞു. തൊട്ടു നോക്കി. കൈക്കോ കാലിനോ നടുവിനോ ഒന്നും വേറെയില്ല. ഇവിടെ മുട്ടുമടക്കി ഇവിടെ കിടന്ന് കരഞ്ഞു അല്ലേ? അപ്പം ഇവളും കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇവരുടെ ശിരസിൽ ഒന്ന് കൈവച്ചു. ഒരു പ്രാർത്ഥന അനോയിന്റിങ്ങിൽ അവളെ താഴെ വീണു. അവൾ പറഞ്ഞു കേട്ടില്ലേ? അവിടെ വീണിട്ട് എഴുന്നേറ്റിട്ട് ആദ്യം എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? എനിക്ക് കുമ്പസാരിക്കണം. ശരിയല്ലേ? എന്നോട് പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞതാ, എനിക്ക് കുമ്പസാരിക്കണം. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് 2 പേർക്കും വലിയ ഒരു വിടുതൽ കൊടുത്തിരിക്കുകയാണ്. ഇത് വലിയ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. മോളെ പ്രാർത്ഥിക്കാൻ പോവാ കേട്ടോ. ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ മകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മകളുടെ നട്ടെല്ലിൻ്റെ വേദന, നടുവിൻ്റെ വേദന എന്നേക്കുമായിട്ട് വിട്ടുമാറട്ടെ. വലിയ ഒരു ദൈവശക്തി ഈ മകളിലൂടെ കടന്നു പോവട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തി, അഭിഷേക ശക്തി മകളിലൂടെ കടന്നു പോവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അത്ഭുതകരമായ ശക്തി മകളിലേക്ക് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ നിറയണമേ. ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം ഇവൾക്ക് നൽകണമേ. മൈറ്റ് ഡെലിവറൻസ് ഹാപ്പൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവശക്തി ഇവളിലൂടെ കടന്നു പോവട്ടെ. ഇവളിലൂടെ ദൈവശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഒരത്ഭുത വിടുതലിലേക്ക് നയിക്കണമേ. ഇവൾ നിന്റെ വലിയ സാക്ഷ്യമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. ഉണ്ടോ? ശരീരമൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലേ? അല്ലേ? തണുത്തു മരച്ചോ ശരീരം? ശരീരമൊക്കെ തണുത്തു മരച്ചു. ഹല്ലേലൂയ. നട്ടലൊക്കെ തിരിച്ചേ. തിരിക്കട്ടെ, നന്നായിട്ട് തിരിച്ചു. വേദനയില്ല. കരമടിച്ച്
കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കാം. ഒരു വ്യക്തിയിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു പോയാൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന വിടുതൽ, ഒന്ന് ഫിസിക്കൽ ഹീലിംഗ്, ഇന്നർ ഹീലിംഗ്, ശക്തമായ ഡെലിവറൻസ്, ഇത് മൂന്നും സംഭവിക്കും ഈ ഒരു അനോയിൻറ്റിങ്ങിലേക്ക് ഒരു വ്യക്തി വീണ് കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ഇവിടെ മഹത്വം കർത്താവിന് മാത്രം. ദൈവത്തിൻ്റെ ആത്മാവ് മകൾക്ക് വിടുതൽ കൊടുത്തു. എല്ലാ മഹത്വം യേശുവിന്. ഹല്ലേലൂയ. കരമടിച്ചു നന്നായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോൾ എന്നാ പറയുന്നു? എനിക്ക് വേദനയൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ഇവിടെ രണ്ട് സൈഡിലും വേദന ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഇങ്ങനെയൊന്നും തിരിയത്തില്ലായിരുന്നു. അപ്പോൾ പെയിൻ ആയിരുന്നു. എന്നോട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു 28ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മാത്രമേ പറ്റുള്ളൂ, കൺസീവ് ആവാൻ പറ്റില്ല, ബൈക്കിൽ കയറാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഡാൻസറായിരുന്നു. ഈ മകള് കുടുംബത്തിലും ദേശത്തൊക്കെ വലിയ സാക്ഷ്യമാകണം. പ്രത്യേകിച്ച് യുവാക്കന്മാരുടെ ഇടയിൽ ഈ മകള് വലിയൊരു സാക്ഷ്യമായിട്ട് മാറണം. എത്തിസ്റ്റായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. നമ്മുടെ പിതാവും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്, അല്ലേ? അതെ, എത്തിസ്റ്റായിരുന്നു, നിരീശ്വരവാദി, സയൻസിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന. ഇപ്പോൾ കർത്താവിൽ ഉറച്ച വിശ്വാസമായോ? വിശ്വാസമായി. കരമടിച്ചു നന്ദി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായില്ലേ? എത്ര വർഷമായി എൻ്റെ കയ്യിൽ കൊന്തയെടുത്തിട്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ വല്യമ്മ പറയും കഴുത്തിൽ കൊന്തയിട്ടുകൊണ്ട് നടക്കണം, കയ്യിൽ ജപമാല. ഇതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പം ഇവിടെ വേണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ ജപമാല കയ്യിലെടുത്ത ഒരാളാണ്. എനിക്കിത് താഴെ വെക്കാൻ തോന്നില്ല. ഇത് വീണപ്പോഴും എൻ്റെ കയ്യിലുണ്ടോ, എൻ്റെ ജപമാല എൻ്റെ കയ്യിലുണ്ടോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കറിഞ്ഞൂടെ എത്ര വർഷമായി. ഒരുപാട് വിശ്വാസമായി. എല്ലാവരും വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒത്തിരി നന്ദി. എനിക്ക് തോന്നുന്നു ഈ ഒരു മോൾക്ക് വേണ്ടി തന്നെയാണ് ഈ ധ്യാനം കർത്താവ് ഇവിടെ ഒരുക്കിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളാം. മോള് എവിടെ ചെന്നാലും കർത്താവിന് സാക്ഷ്യം കൊടുക്കണം. ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കട്ടെ.